Hello everyone, welcome to ICA lectures. So നമ്മൾ പ്രീവിയസ് സെഷനിൽ കാസ്റ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് കാസ്റ്റിങ്ങിൽ നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞത് സാൻഡിനെ കുറിച്ചായിരുന്നു അല്ലേ, മൗൾഡിങ് സാൻഡിനെ കുറിച്ചായിരുന്നു. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാസ്റ്റിംഗ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാൻഡ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞിരുന്നു ഇൻഗ്രീഡിയൻസ് പറയുന്ന സമയത്ത് നമ്മൾ ഡിഫറെൻറ്റ് സ്പെസിഫിക് പ്രോപ്പർട്ടീസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു, നമ്മൾ അഡിറ്റീവ്സ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. സ്പെസിഫിക് പ്രോപ്പർട്ടീസ് ചിലപ്പോൾ നമുക്ക് കൂടുതൽ വേണ്ടത് സർഫസ് ഫിനിഷ് ആയിരിക്കും, ചിലപ്പം കൂടുതൽ വേണ്ടത് സ്ട്രെങ്ത് ആയിരിക്കും, അപ്പോൾ ഈ ചിലപ്പം കൂടുതൽ വേണ്ടത് റീഫ്രാക്റ്റർനെസ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്പെസിഫിക് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സിമ്പിളായിട്ട് പറയാം. എന്താണ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് added to moulding sand to improve specific properties. അപ്പോൾ സ്പെസിഫിക് പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് പറയുന്നത്, അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരുപാട് അഡിറ്റീവ്സുകൾ വരുന്നുണ്ട്. ബട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് കൂടുതൽ എക്സാംസുകൾക്ക് ഇതിന് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. സോ അതിൽ ഫസ്റ്റ് വരുന്നത് ഓക്കെ, ഫസ്റ്റ് വരുന്നതാണ് സോ ഡസ്റ്റ് ഓർ വുഡ് ഫ്ലോർ. അതായത് നമ്മൾ മരപ്പൊടി എന്ന് പറയുന്നത്. ഓക്കെ, മരപ്പൊടി എന്ന് പറയുന്നത് എന്തിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് വഴി നമുക്കറിയാം വളരെ നൈസ് ആയിട്ടുള്ളതായിരിക്കും. വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ കോമ്പാക്ട്നെസ് കിട്ടും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ് സ്ട്രെങ്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടു ഇംപ്രൂവ് ദി സ്ട്രെങ്ത് of the mold. മൗൾഡിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, സോഡസ്റ്റ് അല്ലെങ്കിൽ വുഡ് ഫ്ലോർ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതെന്ത് ചെയ്യും, കൊളാപ്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് നോക്കുമ്പോൾ നമുക്ക് രണ്ടും ഓപ്പോസിറ്റ് അല്ലേ എന്നുള്ളൊരു ഡൗട്ട് വരും നിങ്ങൾക്ക്. കൊളാപ്സിബിലിറ്റി ഇൻക്രീസസ് അല്ലേ, സ്ട്രെങ്ത് കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ കോമ്പാക്റ്റ് ആണ്, പക്ഷേ ആ സമയത്ത് അത് കൊളാപ്സിബിലിറ്റി ഡിക്രീസ് ചെയ്യല്ലേ. ബട്ട് നമ്മളത് മോൾട്ടൺ മെറ്റൽ പോർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊളാപ്സ് ചെയ്യുന്നത്. മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യുമ്പോൾ ആ ഹീറ്റിൽ എന്ത് ചെയ്യും, ആ ഹീറ്റിൽ വുഡ് ഫ്ലോറും സോഡസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, വീക്കായിട്ട് മാറും. ഓക്കെ, വീക്കായിട്ട് മാറും, സാൻഡ് തമ്മിലുള്ള ബോണ്ടിങ് വീക്കാക്കി മാറ്റും. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, നമുക്ക് കൊളാപ്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇവിടെയുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ സോ ഡസ്റ്റ് അല്ലെങ്കിൽ വുഡ് ഫ്ലോർ ടു ഹൈ ആയാൽ, അതായത് ഒരുപാട് കൂടിപ്പോയാൽ, ഓക്കെ, അത് ഒരുപാട് കൂടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മൗൾഡിങ് സാൻഡിൻ്റെ ബ്രിട്ടിൽനെസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ബ്രിട്ടിൽനെസ് ഓഫ് മൗൾഡിങ് സാൻഡ് ഇൻക്രീസസ്. എന്താണ് ബ്രിട്ടിൽനെസ് ഇൻക്രീസ് ചെയ്യാനുള്ള പ്രശ്നം? എന്താണ് ബ്രിട്ടിൽനെസ് ഓഫ് മൗൾഡിങ് സാൻഡ് ഇൻക്രീസസ്. അപ്പോൾ അത് ഒരുപാട് കൂടുതലായി നമ്മൾ ആവശ്യത്തിൽ അധികം ആയാൽ എന്ത് ചെയ്യും, നമ്മൾ മൗൾഡിങ് സാൻഡിൻ്റെ ബ്രിട്ടിലാവും, അതായത് അതിൻ്റെ എന്ത് കുറയും, അതിൻ്റെ ഫ്ലോബിലിറ്റി കുറയും. ബ്രിട്ടിലാവും എന്ന് പറയുമ്പോൾ കട്ടിയായിട്ട് മാറി. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടിൽനെസ് കൂടിയാൽ എന്തായിരിക്കും, നമുക്ക് എന്തായിരിക്കും, ലെസ് ഫ്ലോബിലിറ്റി ആയിരിക്കും. ഓക്കെ, ലെസ് ഫ്ലോബിലിറ്റി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് സോഡസ്റ്റ് അല്ലെങ്കിൽ വുഡ് ഫ്ലോർ യൂസ് ചെയ്യുന്നത്, ടു ഇംപ്രൂവ് ദ സ്ട്രെങ്ത് ഓഫ് ദി മൗൾഡ് ആൻഡ് കൊളാപ്സിബിലിറ്റി ആൾസോ ഇൻക്രീസസ്. പക്ഷേ അത് ഒരുപാട് കൂടുതലായാലും എന്താണ്, നമ്മുടെ മൗൾഡിങ് സാൻഡിൻ്റെ ബ്രിട്ടിൽനെസ് ഇൻക്രീസ് ചെയ്യും. അതെന്ത് ചെയ്യും, അത് നമ്മളെ ഫ്ലോബിലിറ്റിനെ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഫ്ലോബിലിറ്റിനെ ഡിക്രീസ് ചെയ്യും. ആൻഡ് ദെൻ ദി സെക്കൻഡ് വൺ, സോ നമ്മളെ അഡിറ്റീവ്സിൽ സെക്കൻഡ് അടുത്ത് വരുന്നതാണ് കോൾ ഡസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ്ലി, PSCക്ക് മെക്കാനിക്കൽ എക്സാംസുകൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കോൾ ഡസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോൾ ഡസ്റ്റ് കാരണം എന്താ വെച്ചാൽ നമ്മൾ കോൾ ഡസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നത് ടു ഇൻക്രീസ് ദ സർഫസ് ഫിനിഷ് ആണ്. ഓക്കെ, ടു ഇൻക്രീസ് ദി സർഫസ് ഫിനിഷ് ഓഫ് കാസ്റ്റിംഗ്. ഓക്കെ, ടു ഇൻക്രീസ് ദി സർഫസ് ഫിനിഷ് ഓഫ് കാസ്റ്റിംഗ്. സോ ഇതിൻ്റെ പിന്നിലൊരു കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ കോൾ ഡസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കാർബൺ കണ്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യുന്ന സമയത്ത് ആ ഹീറ്റിൽ ഒരു കാർബണിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഷീറ്റ് പോലെ, ഓക്കെ, കാർബണിൻ്റെ ഒരു ഷീറ്റ് പോലെ നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെയും അതുപോലെ സാൻഡിൻ്റെയും ഇടയ്ക്ക് ഫോം ചെയ്യും. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാൻഡ് കാസ്റ്റിങ്ങിലോട്ട്, നമ്മുടെ മെറ്റലിലോട്ടുള്ള സാൻഡിൻ്റെ ആ ഒരു കടന്നുകയറ്റം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സർഫസ് ഫിനിഷ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ എന്താ പറയുക, ടു ഇൻക്രീസ് ദ സർഫസ് ഫിനിഷ് ഓഫ് ദി കാസ്റ്റിംഗ്. ഓക്കെ, ആൾസോ ഇറ്റ് improves refractoriness. ഓക്കെ, ആൾസോ ഇറ്റ് ഇംപ്രൂവ്സ്. അതായത് റീഫ്രാക്റ്റൻസ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ഹൈ ടെമ്പറേച്ചറിൽ അതിൻ്റെ സ്ട്രെങ്ത് ലൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് ലൂസ് ചെയ്യാതിരിക്കാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കോൾ ഡസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റാർച്ച് ഓർ ഡെക്സ്ട്രിൻ. Okay,
സ്റ്റാർച്ച് ഓർ ഡെക്സ്ട്രിൻ. കാർബോഹൈഡ്രേറ്റ്സുകളാണ് സ്റ്റാർച്ച് ഓർ ഡെക്സ്ട്രിൻ. ഈ സ്റ്റാർച്ച് ഓർ ഡെക്സ്ട്രിൻ എന്ന് പറയുന്നത് ഓൾറെഡി എന്താണ്, ഓർഗാനിക് ബോണ്ടിങ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ഓർഗാനിക് ബോണ്ടിങ് മെറ്റീരിയൽസ് ആണ്, ഓർഗാനിക് ബോണ്ടിങ് മെറ്റീരിയൽസ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ കൂടുതൽ ബോണ്ടിങ് വരും ഏത് സ്റ്റാർച്ച് അല്ലെങ്കിൽ കുറഞ്ഞ ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നൊക്കെ 1 to 2% ആട്ടോ. അത് മുകളിൽ എഴുതി വെച്ചേക്ക് നിങ്ങൾ അഡിറ്റീവ്സ് ഒക്കെ നമ്മൾ സാധാരണ ആഡ് ചെയ്യാറ് എന്താണ് 1 to 2%, 1.4%, 2% അല്ലെങ്കിൽ 1%. ഈ രീതിയിൽ വളരെ കുറഞ്ഞ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അഡിറ്റീവ്സ് ആഡ് ചെയ്യുള്ളൂ. ഓക്കെ, സോ സ്റ്റാർച്ച് ഓർ ഡെക്സ്ട്രിൻ ആഡ് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ബോണ്ടിങ്ങിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് വഴി നമുക്ക് എന്തിട്ട് നമുക്ക് ഹൈ സ്ട്രെങ്ത് അല്ലേ, ഹൈ സ്ട്രെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൗൾഡിന് ഹൈ സ്ട്രെങ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ്. ഹൈ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് deformation, resistance against deformation and resistance against deformation and expansion defects. ഓക്കെ, നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴുള്ള ഡിഫക്ട്സുകൾ, മൗൾഡ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഡിഫക്ട്സുകളാണ് എക്സ്പാൻഷൻ ഡിഫക്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലേറ്റർ. ഓക്കെ, സോ ഹൈ സ്ട്രെങ്ത് ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഡിഫോർമേഷൻ ആൻഡ് എക്സ്പാൻഷൻ ഡിഫെൻസ്. ഓക്കെ, ദെൻ ഫോർത്ത് വരുന്നതാണ് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അയൺ ഓക്സൈഡ്. ഓക്കെ, അയൺ ഓക്സൈഡ്. ഓക്കെ, അടുത്ത് വരുന്നതാണ് അയൺ ഓക്സൈഡ്. ഫോർത്ത് വൺ വരുന്നതാണ് നമുക്ക് അയൺ ഓക്സൈഡ്. ഇറ്റ്സ് ആൾസോ യൂസ്ഡ് ടു ഇംപ്രൂവ് സർഫസ് ഫിനിഷ്. സർഫസ് ഫിനിഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കോമ റെഡ്യൂസ് ദി, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് റെഡ്യൂസ് ദി ബേണിംഗ് ഓഫ് സാൻഡ്. സാൻഡ് ബേണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഡിഫക്റ്റ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ മോൾട്ടർ മെറ്റൽ പോർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ സാൻഡ് ഹൈ ടെമ്പറേച്ചർ കാരണം സാൻഡ് ബേൺ ചെയ്യും. സാൻഡ് ബേൺ ചെയ്താൽ അതും കാസ്റ്റിങ്ങിൽ ഡിഫക്റ്റ് കോസ് ചെയ്യും. ഓക്കെ, സോ ആ ബേണിങ്ങിനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ബൈ ആഡിങ് ദി അഡിറ്റീവ് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡ് ആഡ് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാം, കാരണം കുറേ ഹീറ്റ് അയൺ ഓക്സൈഡ് എടുക്കും. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സാൻഡിൻ്റെ ബേണിംഗ് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, റെഡ്യൂസ് ദ ബേണിംഗ് ഓഫ് ദി സാൻഡ്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സർഫസ് ഫിനിഷ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ബട്ട് ഈ അയൺ ഓക്സൈഡ് നമ്മൾ വളരെ കുറഞ്ഞ രീതിയിൽ ആഡ് ചെയ്യും, കാരണം അത് കൂടിയ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ടു ഹൈ, ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ള അയൺ ഓക്സൈഡ് ടു ഹൈ ആണെങ്കിൽ, നമ്മൾ പറഞ്ഞ എമൗണ്ടിൽ കൂടുതലാണെങ്കിൽ ഇറ്റ് ഡിക്രീസസ് ദ സ്ട്രെങ്ത്. അതെന്ത് ചെയ്യും, അത് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. ഡിക്രീസസ് ദി സ്ട്രെങ്ത് ആൻഡ് ഇറ്റ് ഡിക്രീസസ് ദി പെർമബിലിറ്റി. ഓക്കെ, പെർമബിലിറ്റി ഡിക്രീസ് ചെയ്യും ആൻഡ് ഇറ്റ് ഡിക്രീസസ് ദി കൊളാപ്സിബിലിറ്റി. ഓക്കെ, and it decreases the collapsibility. It decreases the strength, it decreases the permeability and it decreases the collapsibility. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 അഡിറ്റീവ്സ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, സോഡസ്റ്റ് അല്ലെങ്കിൽ വുഡ് ഫ്ലോർ എന്ന് പറഞ്ഞു. നമ്മൾ അടുത്ത നമ്മൾ ഏതാണ് പറഞ്ഞത്, നമ്മൾ സ്റ്റാർച്ച് അല്ലെങ്കിൽ ഡെക്സ്ട്രിൻ പറഞ്ഞു, അയൺ ഓക്സൈഡ് പറഞ്ഞു, ദെൻ അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് കോൾ ടെസ്റ്റും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്ര എന്ത് ചെയ്യുക, അത് നോക്കി നോക്കുക, നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ മൗൾഡ് മൗൾഡ് മേക്കിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മൗൾഡിങ് മെഷീൻ. ഓക്കെ, മൗൾഡിങ് മെഷീൻസ് പറഞ്ഞാൽ മെഷീൻ യൂസ്ഡ് ടു മേക്ക് മൗൾഡ്. ഓക്കെ, മേക്ക് മൗൾഡ് നമ്മൾ സാൻഡ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന, ഓക്കെ, സാൻഡ് ഉപയോഗിച്ചിട്ട് മൗൾഡ് മേക്ക് ചെയ്യുന്ന മെഷീൻസിനെ നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ മൗൾഡിങ് മെഷീൻസ് എന്ന് പറയുന്നത്. ഈ മൗൾഡിങ് മെഷീൻസ് പറയുന്നതിന് മുമ്പ് നമ്മൾ വേറെ യൂസ് ചെയ്യുന്ന വേറൊരു മെഷീനാണ്, നമുക്ക് ചോദിക്കാൻ ചാൻസ് ആണ് മുള്ളർ മെഷീൻ എന്ന് പറയുന്നത്. MUELLER, മുള്ളർ മെഷീൻ. മുള്ളർ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മൾ സാൻഡ്, ക്ലേ, വാട്ടർ ഇതൊക്കെ യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ് നമ്മൾ മുള്ളർ മെഷീൻ എന്ന് പറയുന്നത്. എന്തിനാണ് മിക്സ് ചെയ്യുന്നത്, നമ്മൾ ചിലപ്പോൾ സാൻഡിൽ കട്ടിയുള്ള പോർഷനൊക്കെ ഉണ്ട്, അതൊക്കെ പൊടിയാക്കാനും പിന്നെ ഒരു ത്രൂ ഔട്ടായിട്ട് ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ത്രൂ ഔട്ട് മിക്സിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മുള്ളർ മെഷീൻ. അത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മുള്ളർ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു മിക്സ് ദി മൗൾഡിങ് സാൻഡിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടു മിക്സ് ദി മൗൾഡിങ് സാൻഡിനെ പെർഫെക്റ്റ് ആയിട്ട് ഇവഞ്ച്വലി ആയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് മുള്ളർ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ മൗൾഡിങ് മെഷീനിലോട്ട് വരാം. മൗൾഡിങ് മെഷീനിൽ ഫസ്റ്റ് വരുന്നതാണ് ഇത് ഹാൻഡ് മൗൾഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാൻഡ് മൗൾഡിങ് എന്ന് പറയുന്നത് എന്താണ്? ഹാൻഡ് മൗൾഡിങ് എന്ന് പറയുന്നത് നമ്മളെ ലാബുകളിലൊക്കെ, നിങ്ങളുടെ ഫൗണ്ടറി ലാബുകളിലും അതുപോലെ നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികളിലൊക്കെ പോയാൽ എന്തായിരിക്കും, നമ്മൾ ഹാൻഡ് മൗൾഡിങ് ആണ്. എന്താണ് ഹാൻഡ് മൗൾഡിങ് എന്ന് പറഞ്ഞാൽ? റിക്വേർഡ് ഫോഴ്സ്, റാമിങ്ങിന് ആവശ്യമായിട്ടുള്ള റിക്വേർഡ് ഫോഴ്സ്. എന്താണ് റാമിങ് എന്ന് പറഞ്ഞാൽ? നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ്, നിങ്ങളെ പാറ്റേൺ ഉണ്ടാവും, പാറ്റേൺ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ടേബിളിൽ വെക്കുന്നു. ടേബിളിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ, ആ ടേബിളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പാറ്റേൺ വെച്ചിട്ട് അതിൻ്റെ മേലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫ്ലാസ്ക് വെക്കുന്നു. ഓക്കെ, നമ്മൾ ഫ്ലാസ്ക് വെക്കുന്നു, റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഫ്ലാസ്ക് വെക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലാസ്ക് വരിക. ഓക്കെ ആണല്ലോ, ഫ്ലാസ്ക് വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ മേലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സാൻഡ്
അല്ലേ? ഇതിൻ്റെ മേലെ നിങ്ങൾ സാൻഡ് ഫില്ല് ചെയ്യുന്നു. സാൻഡ് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ റാം ചെയ്യണം. ഓക്കെ, ഇതിനെ റാം ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ഹാൻഡ് ഉപയോഗിച്ചിട്ട് ഹാമറോ വിത്ത് ഹാൻഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ഹാൻഡ് കൊണ്ടാണ് നിങ്ങൾ റാമിംഗ് ഫോഴ്സ്, നമ്മൾ എന്ത് പറയുക? റാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഈ റാമിംഗ് ഫോഴ്സ് നിങ്ങൾ ബൈ യൂസിങ് ദി ഹാൻഡ് കൊണ്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് പറയുന്നത്? ഹാൻഡ് മൗൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാൻഡ് മൗൾഡിംഗ് എന്ന് പറയുന്നത്. സോ എന്താണ് പറയുന്നത്? നമ്മൾ റിക്വയർഡ് ഫോഴ്സ് ഓഫ് റാമിംഗ് ഈസ് പ്രൊവൈഡഡ് ബൈ യൂസിങ് ദി ഹാൻഡ്. ഓക്കെ, റിക്വയർഡ് ഫോഴ്സ് ഫോർ റാമിംഗ്. ഓക്കെ, റാമിംഗ് ദ മൗൾഡ് എന്ന് പറയുന്നത് സിംപ്ലി റാമിംഗ് ഈസ് പ്രൊവൈഡഡ് ബൈ യൂസിങ് ഹാൻഡ്. ഓക്കെ, നിങ്ങളെ ഹാൻഡ് യൂസ് ചെയ്തുകൊണ്ട്, ഓക്കെ, ബൈ യൂസിങ് ദി ഹാൻഡ്, നിങ്ങളെ ഹാൻഡ് യൂസ് ചെയ്തുകൊണ്ട് റിക്വയർഡ് റാമിംഗ് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെന്താ പറയുന്നത്? നമ്മൾ ഹാൻഡ് മൗൾഡിംഗ് എന്ന് പറയും. അപ്പോൾ എന്താണ് നമ്മൾ ഹാൻഡ് മൗൾഡിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡ്രോബാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഡ്രോബാക്ക് എന്ന് പറയുന്നതാണ് സ്ട്രെങ്ത് ഈസ് നോട്ട് യൂണിഫോം. സ്ട്രെങ്ത് ഓഫ് മൗൾഡ് ഈസ് നോട്ട് യൂണിഫോം. അതെന്തായിരിക്കില്ല? യൂണിഫോം ആയിരിക്കില്ല. കാരണം എന്താണ്? ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്തുമ്പോൾ നിങ്ങൾ നല്ല ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും, കുറച്ച് മുമ്പ് നിങ്ങൾ ടയർഡ് ആയിട്ടുണ്ടാവും, അവിടെ ചിലപ്പോൾ ഫോഴ്സ് കുറയാം. പിന്നെ നമുക്കറിയില്ല, നമ്മളിതിങ്ങനെ ഒരു ഭാഗം കൊടുക്കുന്നു, അടുത്ത ഭാഗം കൊടുക്കുന്നു, എവിടെയാണ് സ്ട്രെങ്ത് കൂടുതൽ, എവിടെയാണ് ഹാർഡ്നെസ് കൂടുതൽ നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും എന്തായിരിക്കില്ല? യൂണിഫോം ആയിരിക്കില്ല, നോട്ട് യൂണിഫോം. സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ് ഈസ് നോട്ട് യൂണിഫോം. രണ്ടാമത്തെ എന്താണ്? ലോ പ്രൊഡക്ഷൻ റേറ്റ് ആയിരിക്കും. അല്ലേ, നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ടൈം എടുക്കും. ഓക്കെ, അതുകൊണ്ട് പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോ പ്രൊഡക്ഷൻ റേറ്റ് ആയിരിക്കും. അതാണ് ഇത് ഹാൻഡ് മൗൾഡിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് മെഷീൻസ് യൂസ് ചെയ്യും. അല്ലെ, ഹാൻഡ് കൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മെഷീൻസ് യൂസ് ചെയ്യും. അതിന് നമ്മൾ എന്ത് പറയുന്നത്? മെഷീൻ മൗൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മെഷീൻ മൗൾഡിംഗ് 4 ടൈപ്പാണുള്ളത്. നമുക്ക് പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, മെഷീൻ മൗൾഡിംഗ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? ജോൾട്ടിംഗ് മെഷീൻ. ഓക്കെ, ഫസ്റ്റ് വരുന്നതാണ് ജോൾട്ടിംഗ് അല്ലെങ്കിൽ ജോൾട്ടിംഗ് മെഷീൻ എന്ന് പറയും. ജോൾട്ടിംഗ് മെഷീൻ. ആ പ്രോസസ്സിനെ ജോൾട്ടിംഗ് എന്ന് പറയും. നമ്മളതിനെ മെഷീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെന്ത് പറയും? ജോൾട്ടിംഗ് മെഷീൻ എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തെ വരുന്നതാണ് സ്ക്യൂസിങ്. ആ പ്രോസസ്സിനെ സ്ക്യൂസിങ് എന്ന് പറയും. സ്ക്യൂസിങ്, SQUEEZING, സ്ക്യൂസിങ് മെഷീൻ അല്ലെങ്കിൽ സ്ക്യൂസിങ്. ദെൻ തേർഡ് വൺ വരുന്നതാണ് ജോൾട്ടിംഗ് ആൻഡ് സ്ക്യൂസിങ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് സാൻഡ് സ്ലിങ്ങിങ്. ഓക്കെ, ഫോർത്ത് വൺ ഈസ് സാൻഡ് സ്ലിങ്ങിങ്. ഓരോന്നും ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന കേസാണ്. അപ്പോൾ പേരുകൾ ഓർത്ത് വെക്കുക. മെഷീൻ മൗൾഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജോൾട്ടിംഗ് മെഷീൻ, സ്ക്യൂസിംഗ് മെഷീൻ, ജോൾട്ടിംഗ് ആൻഡ് സ്ക്യൂസിംഗ് മെഷീൻ എന്ന് പറയാം. അല്ലെങ്കിൽ സിംപ്ലി പ്രോസസ്സ് പറഞ്ഞാലും മതി, അങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ, ജോൾട്ടിംഗ് ആൻഡ് സ്ക്യൂസിംഗ്. ദെൻ ലാസ്റ്റ് വരുന്നതാണ് നമുക്ക് ഇത് വരുന്നത് സാൻഡ് സ്ലിങ്ങിങ് എന്ന് പറയുന്നത്. ലാസ്റ്റാണ് നമുക്ക് വരുന്നത് സാൻഡ് സ്ലിങ്ങിങ്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം? 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വരുന്നതാണ് ജോൾട്ടിങ്. അല്ലേ, ജോൾട്ടിങ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫിഗർ വരച്ചിട്ട് എന്താന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ പോയിന്റ്സ് എഴുതാം. ജോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ജോൾട്ടിംഗ് ക്ലിയർ. ജോൾട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഇതാണ് നമ്മളെ ടേബിൾ വരുന്നത്. ഓക്കെ, നമ്മളെ ടേബിൾ വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? പാറ്റേൺ വെച്ചിട്ട് ഫ്ലാസ്കിൽ എന്ത് ചെയ്തു? ഫില്ല് ചെയ്തു. ഇതാണ് നമ്മുടെ ഫ്ലാസ്ക്. ആ ഫ്ലാസ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇത് ഫില്ല് ചെയ്തു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ പാറ്റേൺ വെച്ചു. ഇതാണ് നമ്മളെ പാറ്റേൺ ഉണ്ട്. ഇവിടെ ഇതുണ്ട്, സാൻഡ് ഉണ്ട്. അപ്പോൾ ഈ സാൻഡ് നിലത്തോട്ട് പോകാതിരിക്കാൻ നമ്മൾ വേറെ എന്തെങ്കിലും ഇത് വെക്കാം. നമ്മളത് നോക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ വെക്കുന്നു. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മളെ ഈ ഒരു ഇതിൽ നിന്ന് നമ്മളെ ടേബിളിൽ നിന്ന് ഒരു ഹൈറ്റിൽ ഞാൻ H എന്ന് കൊടുക്കുന്നു. ടേബിളിൽ ഒരു ഹൈറ്റിൽ H എന്ന് പറഞ്ഞ ഹൈറ്റിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റൈസ് ചെയ്യുക. അതായത് അത്യാവശ്യം നല്ല ഹൈറ്റിലോട്ട് തന്നെ നിങ്ങൾ റൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനെ ഫ്രീ ഫോൾ ചെയ്യുന്നു. ഓക്കെ, അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ അതിന് എന്ത് ചെയ്യുക? താഴോട്ടിടുക. ഓക്കെ, താഴോട്ടിടുക. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മളെ ഫ്ലാസ്ക് എന്ത് ചെയ്യും? ഓക്കെ, നമ്മളെ ഫ്ലാസ്ക് താഴെത്തും. അല്ലേ, നമ്മളെ ഫ്ലാസ്ക് നമ്മളെ ടേബിളിലെത്തും. നമ്മളിവിടെ എന്ത് വരുന്നുണ്ട്? നമ്മളെ പാറ്റേൺ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുക? നമുക്കറിയാം, അതൊരു പ്രത്യേക ഹൈറ്റിൽ നിങ്ങൾ പൊക്കുമ്പോൾ അവിടെ എന്ത് വരും? അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സീക്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? MGH എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി. അതിനെ ഫ്രീ ഫോൾ ആയിട്ട് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? അവിടെ നമ്മൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? അതിൻ്റെ ഇമ്പാക്റ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇമ്പാക്റ്റ് എനർജി. ഈ ഇമ്പാക്റ്റ് എനർജി എന്ത് കോസ് ചെയ്യും? ഒരു ഇമ്പാക്റ്റ് ഫോഴ്സ് കോസ് ചെയ്യും. ആരാ മേലെ?
ഓക്കെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാവും. എന്നാൽ എന്താണ് നമ്മളിവിടെ നമ്മൾ ഈ ഫ്ലോർ എന്ത് ചെയ്യും, ഫ്ലോർ ഈ സാൻഡിൻ്റെ മേലെ ഒരു ഇമ്പാക്ട് ഫോഴ്സ് കോസ് ചെയ്യും. ഓക്കെ, തിരിച്ച് ഓപ്പോസിറ്റ് ഈക്വസിറ്റ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഇമ്പാക്ട് ഫോഴ്സ്, ആ ഇമ്പാക്ട് ഫോഴ്സ് നമ്മൾ എന്തിനു യൂസ് ചെയ്യും, ആ സാൻഡ് റാം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ആ മണ്ണോട് കൂടിയിട്ട് നമ്മൾ മുകളിലോട്ട് എടുക്കുന്നു, നമ്മളൊരു ഹൈറ്റിൽ നിന്ന് താഴോട്ട് ഇടുന്നു. സോ താഴെ പോയിട്ട് അടിക്കുന്ന ആ ഇമ്പാക്റ്റിൽ എന്ത് ചെയ്യും, ആ ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യുക, ആ സാൻഡ് നമ്മൾ കോമ്പാക്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ജോൾട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ജോൾട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജോൾട്ടിങ് എന്ന് പറഞ്ഞാൽ, സാൻഡ് ഫിൽഡ് ഫ്ലാസ്ക്, സാൻഡ് ഫിൽഡ് ഫ്ലാസ്ക്, സാൻഡ് ഫിൽഡ് ഫ്ലാസ്ക് ഈസ് റൈസ്, സാൻഡ് ഫിൽഡ് ഫ്ലാസ്ക് ഈസ് റൈസ് ഇൻ ടു എ, നമ്മൾ എന്താണ് സാൻഡ് ഫിൽഡ് ഫ്ലാസ്ക് ഈസ് സാൻഡ് ഫിൽഡ് ഫ്ലാസ്ക് ഈസ് റൈസ്ഡ്. ഓക്കെ, റൈസ്ഡ് ഇൻ ടു എ ഹൈറ്റ്, റൈസ്ഡ് ഇൻ ടു എ ഹൈറ്റ്, raised into a height and allowed to free fall, and allowed to ഫ്രീ ഫോൾ, ആൻഡ് അലോട്ട് ടു ഫ്രീ ഫോൾ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായി എങ്ങനെ നമ്മൾ ആ സാൻഡ് ഫില്ല് ചെയ്തിട്ടുള്ള ഫ്ലാസ്കിനെ നമ്മൾ സേർട്ടൺ ഹൈറ്റിൽ എച്ച് എന്ന് എടുക്കാം, എച്ച് എന്നുള്ള ഹൈറ്റിൽ നിങ്ങൾ റൈസ് ചെയ്യുക, റൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അലോയിങ് ഇറ്റ് ടു ഫ്രീ ഫോൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലോയിങ് ഇറ്റ് ടു ഫ്രീ ഫോൾ. ആ ഫ്രീ ഫോളിനെ അലോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ദെൻ നമ്മൾ എന്ത് പറഞ്ഞു, ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി, ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു, നിങ്ങൾ അങ്ങനെ എഴുതിക്കോ, കൺവേർട്ടഡ് ഇൻ ടു ഇമ്പാക്ട് എനർജി, ഇമ്പാക്ട് എനർജി. ഓക്കെ, this potential energy converted into impact energy. That impact energy causes a impact force. That impact energy causes a impact force on the mold, ആ മൗൾഡിൻ്റെ മേലെ, on the mold by the floor. ഓക്കെ, ആ ഫ്ലോർ എന്ത് ചെയ്യും, ആ ഫ്ലോർ ഒരു ഇമ്പാക്ട് ഫോഴ്സ് ബൈ ദി ഫ്ലോർ. ആ ഫ്ലോർ എന്ത് ചെയ്യും, നമ്മുടെ നമ്മളെ ഒരു മൗൾഡിൽ എന്ത് ചെയ്യും, ഒരു ഇമ്പാക്ട് ഫോഴ്സ് കോസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഇമ്പാക്ട് ഫോഴ്സ് ഈസ് യൂസ്ഡ് ടു റാം ദ, that impact force is used to, അല്ലെങ്കിൽ that impact force used to ram or compact എന്ന് പറയും, used to ramming the sand. ഓക്കെ, നമ്മൾ സാൻഡിനെ റാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഇമ്പാക്ട് ഫോഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയുന്നത്, നമ്മൾ ജോൾട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു തവണ നല്ല ചെയ്യുക, നമ്മൾ ഏതാണ് ചെയ്യുക, നമുക്ക് വേണ്ട റിക്വയർഡ് സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ് കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റൈസ് ആൻഡ് ഡ്രോപ്പ് until the rise and drop, until the required strength is obtained, until the required strength and hardness is obtained. ഓക്കെ, സ്ട്രെങ്ത് മാത്രം എഴുതിയാലും മതി. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞത്, റൈസ് ആൻഡ് ഡ്രോപ്പ്. അപ്പോൾ നമ്മൾ ഒരു വട്ടം ചെയ്തു, പിന്നെ രണ്ടാമതും ചെയ്തു, അങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട റിക്വയർഡ് സ്ട്രെങ്ത് കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ റൈസ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഓക്കെ, ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതന്നെ പൊക്കുന്നു വീണ്ടും അങ്ങനെ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മൾ ചെയ്യുന്ന ബോട്ടം ലെയറിൽ എന്തായിരിക്കും, ഹൈ സ്ട്രെങ്ത് ആയിരിക്കും. പക്ഷേ എന്തായിരിക്കും, അപ്പർ ലെയറിൽ എന്തായിരിക്കും, അത് ലോ സ്ട്രെങ്ത് ആയിരിക്കും, അല്ലേ? അപ്പർ ലെയറിൽ ലോ സ്ട്രെങ്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്ട്രെങ്ത് അറ്റ് ദി, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഏതിലാണ് ബോട്ടം പോർഷനിൽ കൂടുതൽ സ്ട്രെങ്ത് വരുന്നത് വെച്ചിട്ട് ഓരോ പ്രോസസ്സ് പറയുന്നത്. ഓക്കെ, സ്ട്രെങ്ത് അറ്റ് ദി ബോട്ടം ഈസ് മോർലി ഗ്രേറ്റർ ദാറ്റ് ഓഫ് ടോപ്പ്. ഓക്കെ, ടോപ്പ് ലെയർ എങ്കിൽ ടോപ്പ് പോർഷൻ. ഓക്കെ, സ്ട്രെങ്ത് അറ്റ് ദി ബോട്ടം ഈസ് മോർ, ബോട്ടം ഭാഗത്തായിരിക്കും കൂടുതൽ സ്ട്രെങ്ത് വരിക ഏതിനേക്കാളും, ദാൻ ദി ടോപ്പിലുള്ളതിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത് എവിടെയാണ് വരിക, ബോട്ടിലാണ് വരിക. ഇതാണ് നമ്മൾ ഏത് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ജോൾട്ടിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് നെക്സ്റ്റ് ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞത് സ്ക്യൂസിങ് ഓപ്പറേഷൻ, രണ്ടാമത്തെ, അല്ലേ? സ്ക്യൂസിങ് മെഷീൻ അല്ലെങ്കിൽ സ്ക്യൂസിങ് ഓപ്പറേഷൻ. ഞാൻ ജസ്റ്റ് സ്ക്യൂസിങ് ചെയ്തിരുന്നു. സ്ക്യൂസിങ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ ജോൾട്ടിങ്ങിൻ്റെ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ ആണല്ലോ? ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടേബിളാണ്, ടേബിളിൽ നമ്മൾ പാറ്റേൺ വെക്കുന്നു. ഓക്കെ, ടേബിളിൽ പാറ്റേൺ വെക്കുന്നു. ആൻഡ് ഹിയർ ഈസ് ദ മോൾഡിംഗ് ഫ്ലാസ്ക് ആണ്. ആ ഫ്ലാസ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സാൻഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഫ്ലാസ്കിൽ നമ്മൾ എന്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്, സാൻഡ് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ആ ഫ്ലാസ്കിൽ നമ്മൾ സാൻഡ് ഫില്ല് ചെയ്യുന്നു. ആൻഡ് ബൈ യൂസിങ് എ സ്ക്വീസിങ് പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ഞാനിതാ ഫ്ലാസ്ക് ആയിട്ട് എടുക്കുന്നത്, ഇവിടെ ഫ്ലാസ്ക് ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഫ്ലാസ്ക് ആയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ക്യൂസിങ് പ്ലേറ്റ് യൂസ് ചെയ്തിട്ട്, സ്ക്യൂസിങ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സാൻഡിൻ്റെ ഇൻസൈഡ് ഡയമീറ്ററിന് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ഒരു പ്ലേറ്റ്, അതാണ് നമ്മൾ സ്ക്യൂസിങ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് സ്ക്യൂസിങ് പ്ലേറ്റ്. ഓക്കെ, സ്ക്യൂസിങ് പ്ലേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രസ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ക്യൂസിങ് പ്ലേറ്റിൽ നമ്മൾ എന്ത് ആക്ട് ചെയ്യും, ഫോഴ്സ് കൊടുക്കും. ഓക്കെ ആണല്ലോ, ഫോഴ്സ് കൊടുക്കും. സോ നമ്മൾ പ്രസ് ചെയ്യും, സിമ്പിളി പറഞ്ഞാൽ പ്രസ് ചെയ്യും. ഏത്, ഇതാണ് നമ്മുടെ സ്ക്യൂസിങ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, സ്ക്യൂസിങ് പ്ലേറ്റ്.
സ്ക്യൂസിങ് പ്ലേറ്റ്. അതിൻ്റെ ഡയമെൻഷൻ എങ്ങനെ ആയിരിക്കും? സ്ലൈഡ്ലി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ഫ്ലാസ്ക് ഡയമെൻഷൻ. നമ്മുടെ ഫ്ലാസ്കിൻ്റെ ഡയമെൻഷനേക്കാളും കുറച്ച് കുറവായിരിക്കും, എന്നാലും നമുക്ക് അതവിടെ വെച്ചിട്ട് പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സ്ക്യൂസിങ് പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ വേണമെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ, സ്ലൈഡ്ലി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ഫ്ലാസ്ക് ഡയമെൻഷൻ, സ്ലൈഡ്ലി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ഫ്ലാസ്ക് ഡയമെൻഷൻ. സോ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ആ സ്ക്യൂസിങ് പ്ലേറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യും? പ്രസ് ചെയ്തുകൊണ്ട് ഫോഴ്സ് എവിടേക്ക് പാസ് ചെയ്യും? നമ്മളെ മോൾഡിംഗ് സാൻഡിലോട്ട് പാസ് ചെയ്യും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ അവിടുന്ന് ഫോഴ്സ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഫോഴ്സ് ഒക്കെ ഇവിടെ ആക്ട് ചെയ്യും അല്ലേ? ആ ഫോഴ്സ് ഒക്കെ എന്ത് ചെയ്യും? ഇവിടെ ആക്ട് ചെയ്യും. സോ ആ ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോമ്പാക്ട് ചെയ്യും അല്ലെങ്കിൽ റാം ചെയ്യും. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്യൂസിങ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? സ്ക്യൂസിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താ പറയും? ഫോഴ്സ് ഈസ് അപ്ലൈഡ് യൂസിങ് എ യൂസിങ് എ പ്രസ്. ഒരു പ്രസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫോഴ്സ് അപ്ലൈ ചെയ്യും. മുകളിൽ ഒരു പ്രസ് വെച്ചിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഈ ഫോഴ്സ് എന്ത് ചെയ്യും? ഫോഴ്സ് ഈസ് പാസിങ് ടു സാൻഡ്. എന്നിങ്ങനെ സാൻഡിലോട്ട് പാസ് ചെയ്യുന്നത്? സാൻഡ് ത്രൂ എ സ്ക്യൂസിങ് പ്ലേറ്റ്. അപ്പോൾ നമ്മളതിൽ സിംപ്ലി പറയാം, ഫോഴ്സ് നമ്മൾ ഏത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്? സ്ക്യൂസിങ് പ്ലേറ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നതെന്നും പറയാം. ഓക്കെ, ഫോഴ്സ് ഈസ് പാസിങ് ടു സാൻഡ് ത്രൂ എ സ്ക്യൂസിങ് പ്ലേറ്റ്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? സ്ക്യൂസിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്? നമുക്ക് വേണ്ട റിക്വയർഡ് സ്ട്രെങ്ത് ആകുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? സ്ക്യൂസിങ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സ്ക്യൂസിങ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ എന്തായിരിക്കും? നമ്മളപ്പോൾ പ്രശ്നം എന്തായിരിക്കും? നമുക്ക് എന്തായിരിക്കും? ഇവിടെ നല്ല സ്ട്രെങ്ത് ആയിരിക്കും അല്ലേ? ടോപ്പിൽ നല്ല സ്ട്രെങ്ത് ആയിരിക്കും, പക്ഷേ ബോട്ടം എന്തായിരിക്കും? നമുക്ക് ബോട്ടം സ്ട്രെങ്ത് കുറവായിരിക്കും. നമുക്ക് എന്തായിരിക്കും? സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓക്കെ, സ്ട്രെങ്ത് ഈസ് not uniform അല്ല. ഓക്കെ, സ്ട്രെങ്ത് ഈസ് ഹയർ അറ്റ് ടോപ്പ് ആൻഡ് ലോവർ അറ്റ് ബോട്ടം. ഓക്കെ, ലോവർ അറ്റ് ബോട്ടത്തിൽ എന്തായിരിക്കും? നമുക്ക് കുറവായിരിക്കും. ഓക്കെ, സ്ട്രെങ്ത് ഈസ് ഹയർ അറ്റ് ടോപ്പ് ആൻഡ് ലോവർ അറ്റ് ബോട്ടം. അപ്പോൾ നമ്മൾ രണ്ട് കേസിലും എന്താണ്? ബോത്ത് ജോൾട്ടിങ് ആൻഡ് സ്ക്യൂസിങ്. രണ്ടിലും എന്താ നമ്മൾ പറഞ്ഞു? സ്ട്രെങ്ത് എന്തല്ല? യൂണിഫോം അല്ല. ഓക്കെ, സ്ട്രെങ്ത് എന്തല്ല? യൂണിഫോം അല്ല. ഓക്കെ, സ്ട്രെങ്ത് ഈസ് നോട്ട് യൂണിഫോം. കാരണം ഒരു ഭാഗത്ത് കൂടുതലും സ്ട്രെങ്ത് ഈസ് നോട്ട് യൂണിഫോം അല്ലേ? ഒരു ഭാഗത്ത് കൂടുതൽ, ഒരു ഭാഗത്ത് എന്താണ്? കുറവ്. ആ രീതിയിലാണ് നമുക്ക് എന്ത് വരുന്നത്? നമുക്ക് സ്ട്രെങ്ത് വരുന്നത്. ഓക്കെ, നമുക്ക് സ്ട്രെങ്ത് വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യും ചില കേസുകളിൽ. ഓക്കെ ആണല്ലോ? അതാണ് നമ്മൾ മൂന്ന് ഏത് പറഞ്ഞത്? ജോൾട്ടിങ് ആൻഡ് സ്ക്യൂസിങ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് ജോൾട്ടിങ് ആൻഡ് സ്ക്യൂസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട കേസ് എന്താണ്? ടു ഗെറ്റ്, നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ടു ഗെറ്റ് യൂണിഫോം സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ്. നമ്മളെ മൗൾഡിന് യൂണിഫോം ആയിട്ടുള്ള സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ രണ്ടും ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ എന്താണ്? ജോൾട്ടിങ് ആൻഡ് സ്ക്യൂസിംഗ് ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഓക്കെ, ഫസ്റ്റ് ജോൾട്ടിങ് ആൻഡ് ദെൻ സ്ക്യൂസിംഗ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ജോൾട്ടിങ് ആണ്, ആൻഡ് ദെൻ സ്ക്യൂസിംഗ്. കാരണം ആദ്യം സ്ക്യൂസിങ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ജോൾട്ടിങ് ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്ക്യൂസിങ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ജോൾട്ടിങ് ആൻഡ് ദെൻ സ്ക്യൂസിങ്. പക്ഷേ ഇതാണെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ഒരു ഹൈറ്റ് നമ്മളൊരു ഇതിൻ്റെ അപ്പുറം പോയാലും, ഇപ്പോൾ ഇതാണ് നമ്മളെ ഫ്ലാസ്ക് എങ്കിൽ നമുക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ എന്ത് വരും? ജോൾട്ടിങ് വരുന്ന സമയത്ത് നമ്മുടെ ബോട്ടം പോർഷൻ സ്ട്രോങ് ആവും, സ്ക്യൂസിങ് ചെയ്യുന്ന സമയത്ത് ടോപ്പ് പോർഷൻ സ്ട്രോങ് ആവും. ഓക്കെ ആണല്ലോ? പക്ഷേ നമ്മളെ മൗൾഡിൻ്റെ, ഇതാണ് നമ്മളെ മൗൾഡ് എടുക്കുന്നത്, മൗൾഡിൻ്റെ ഹൈറ്റ് ഗ്രേറ്റർ ദാൻ or equal to 200 mm. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200 mm ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഇതും യൂസ് ചെയ്യണം. എന്തില്ല? നമുക്ക് മിഡിൽ എന്ത് കിട്ടൂല? നമുക്ക് സ്ട്രെങ്ത് കിട്ടൂല. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇഫ് ദ മൗൾഡ് ഈസ് അതായത് കുറഞ്ഞതിന് നമുക്കിത് ചെയ്യാം. ഓക്കെ, ഇഫ് ദ മൗൾഡ് ഈസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 200 mm, then middle portion have no strength. less strength അല്ലെങ്കിൽ low strength. ഓക്കെ, മിഡിൽ പോർഷൻ have less strength. ഓക്കെ ആണല്ലോ? അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിട്ടുള്ള തേർഡ് മെത്തേഡ്. ഓക്കെ, അവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏത് യൂസ് ചെയ്യുന്നത്? ഫോർത്ത് വൺ നമ്മൾ യൂസ് ചെയ്യുന്നത് സാൻഡ് സ്ലിങ്കിങ്. ഇത് നമുക്ക് പ്രീവിയസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് സാൻഡ് സ്ലിങ്ങിങ് എന്നുള്ളത്? നമ്മുടെ മെക്കാനിക്കൽ PSCയിൽ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് സാൻഡ് സ്ലിങ്ങിങ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു മെഷീൻ യൂസ് ചെയ്തിട്ട്, ഓക്കെ, സ്ലിങ്ങിങ് മെഷീൻ എന്ന് പറയും. ആ സ്ലിങ്ങിങ് മെഷീൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പാറ്റേൺ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെ സാൻഡ് പാർട്ടിക്കിൾസ് ചെറിയ പാർട്ടിക്കിളായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഹൈ ഫോഴ്സിൽ ഇതിലോട്ട് ത്രോ ചെയ്യും. ഓക്കെ, റാപ്പിഡായിട്ട് ഹൈ ഫോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യും? സാൻഡ് പാർട്ടിക്കിൾസ് ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ ഇതിലോട്ട് ത്രോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വരയ്ക്കുമ്പോൾ ഗ്യാപ്പ് കാണുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഹൈ ഫോഴ്സിൽ നിങ്ങൾ ത്രോ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ഗ്യാപ്പുകളൊക്കെ ഫില്ലാവും. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യും? സാൻഡ്
സാൻഡ് പാർട്ടിക്കിൾസ് ഇതിലോട്ട് ത്രോ ചെയ്യും നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, സാൻഡ് പാർട്ടിക്കിൾസ് ത്രോ ചെയ്യും. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, സാൻഡ് സ്ലിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, സാൻഡ് സ്ലിങ്കിങ് എന്ന് പറയുന്നത് ക്ലിയർ. നമ്മൾ എന്താണ്, ത്രോയിങ് ദ സാൻഡ്, ത്രോയിങ് ദി സ്മോൾ സാൻഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സാൻഡിൻ്റെ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞാൽ മതി ത്രോയിങ് ദ സാൻഡ് പാർട്ടിക്കിൾസ്, ത്രോയിങ് ദി സാൻഡ് പാർട്ടിക്കിൾസ്, ത്രോയിങ് ദി സാൻഡ് പാർട്ടിക്കിൾസ് to the flask, to the flask, to the flask, rapidly to the flask, rapidly and with greater force, and with greater force, and with greater force. Okay, throwing the sand particle to the flask rapidly and with greater force. Okay, with greater force. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഈ ഹൈറ്റ് ഏറ്റവും താഴ്ന്നു തൊട്ടിട്ട് മേലെ വരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സാൻഡ് ത്രോ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ആ ഫ്ലാസ്കിൻ്റെ ഓരോ ഏരിയയിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹൈ വെലോസിറ്റിയിൽ ഹൈ ഫോഴ്സിലാണ് നമ്മൾ ത്രോ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അത് അവിടെ അടിഞ്ഞൊരു ഗ്യാപ്പ് പോലും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യും, ഹൈ സ്ട്രെങ്ത്തിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളെ സാൻഡ് മൗൾഡ് കിട്ടും, നമ്മളെ മൗൾഡിങ് സാൻഡ് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, നമുക്ക് നേരത്തെ അതുപോലെ നമുക്ക് നേരത്തെ ഉള്ളതിനേക്കാളും എന്ത് കിട്ടും, നമുക്ക് സ്ട്രെങ്ത് കിട്ടും. ഓക്കെ, ഹൈ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ്, ഹൈ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ്, ഹൈ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ്. അതിൻ്റെ കൂടെ തന്നെ എന്താണ്, സ്ട്രെങ്ത് കൂടുതലുണ്ടെന്ന് മാത്രമല്ല, നമുക്ക് എന്താണ്, യൂണിഫോം സ്ട്രെങ്ത് ആയിരിക്കും. നമ്മളെ മൗൾഡിന് എന്തായിരിക്കും, യൂണിഫോം സ്ട്രെങ്ത് ആയിരിക്കും, ഹൈ സ്ട്രെങ്ത് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ എന്താണ്, നമ്മളെ മൗൾഡിന് എന്തായിരിക്കും, യൂണിഫോം സ്ട്രെങ്ത് ആയിരിക്കും. അപ്പോൾ ഇതാണ് 4 മെത്തേഡ്. നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ സാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ മൗൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന 4 മെത്തേഡ് മോൾഡിങ് മെഷീൻ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഒന്നെങ്കിൽ ഹാൻഡ് മൗൾഡിങ് ചെയ്യാം, അതല്ലെങ്കിൽ മെഷീൻ മൗൾഡിങ് ചെയ്യാം. മെഷീൻ മൗൾഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്, ജോൾട്ടിങ്, സ്ക്യൂസിങ്, ജോൾട്ടിങ് ആൻഡ് സ്ക്യൂസിങ്, ദെൻ ലാസ്റ്റ് വന്നിട്ടുള്ള സാൻഡ് സ്ലിങ്ങിങ്. ജോൾട്ടിങ്ങിൽ നമ്മൾ എന്താണ്, ഒരു ഹൈറ്റിലോട്ട് റേസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, സ്ക്യൂസിങ്ങിൽ നമ്മളൊരു സ്ക്യൂസിങ് പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ റാമിങ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് വെൻ ഇറ്റ് കം ടു പിന്നെ രണ്ടും ഒരുമിച്ചുള്ള പിന്നെ സാൻഡ് സ്ലിങ്ങിങ്ങിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, നമ്മളൊരു സ്ലിങ്ങിങ് മെഷീൻ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഓക്കെ, ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ്ലി മെഷീനാണ്. കോസ്റ്റ്ലി മെഷീനാണ്, അതിൻ്റെ ഡ്രോബാക്കാണ് സാൻഡ് സ്ലിങ്ങിൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഇൻഡസ്ട്രികളിലൊക്കെ അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, സാൻഡ് നമ്മൾ ഹൈ സ്പീഡിൽ അല്ലെങ്കിൽ ഹൈ ഫോഴ്സിൽ നമ്മൾ ഫ്ലാസ്കിലോട്ട് ത്രോ ചെയ്യുക, ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അതുവഴി നമുക്ക് എന്ത് കിട്ടും, നമുക്ക് യൂണിഫോം റാമിങ് നമുക്ക് എന്താണ് പോസിബിളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മളെ മെഷീനിങ്ങിൻ്റെ ഇതിൽ നമ്മളെ മൗൾഡിങ് മെഷീൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഡിസ്കഷൻ്റെ സമയത്ത് ക്ലിയർ ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് പ്രോബ്ലംസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പാറ്റേൺ മെറ്റീരിയൽ മുതൽ ഇതുവരെയുള്ള കുറച്ച് ടോപ്പിക്സിൻ്റെ എങ്ങനെ നമുക്ക് ഏത് രീതിയിൽ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ഏത് രീതിയിലാണ് നമുക്ക് ഈ ടോപ്പിക്സുകളിൽ നിന്ന് പൊതുവെ PSCക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. അലുമിനിയം ഈസ് യൂസ്ഡ് ആസ് എ പാറ്റേൺ മെറ്റീരിയൽ ഫോർ മേക്കിംഗ് ദ മാസ്റ്റർ പാറ്റേൺ. ഓക്കെ, ബിക്കോസ് ഓഫ് ഇതിൽ ചെറിയൊരിതുണ്ട്, മാസ്റ്റർ എന്ന് വേണ്ട, മേക്കിംഗ് ഓഫ് ദി പാറ്റേൺ എന്ന് മതി. ഓക്കെ, മേക്കിംഗ് ഓഫ് ദി പാറ്റേൺ എന്ന് മതി. മാസ്റ്റർ പാറ്റേൺ നമ്മൾ വുഡാണ്. ഓക്കെ, അലുമിനിയം ഈസ് യൂസ്ഡ് ആസ് എ പാറ്റേൺ മെറ്റീരിയൽ ഫോർ മേക്കിംഗ് ദി പാറ്റേൺ. ഓക്കെ, നമ്മൾ പാറ്റേൺ ആയിട്ട് അല്ലെങ്കിൽ അലുമിനിയം ഈസ് യൂസ്ഡ് ആസ് എ പാറ്റേൺ മെറ്റീരിയൽ. ഓക്കെ, എന്ത് കാരണമാണ് നമ്മൾ അലുമിനിയം യൂസ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞത് ലൈറ്റാണ്, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് എന്താ പറയുക, ഹൈ സ്ട്രെങ്ത് അല്ല, ലോ കോസ്റ്റ് അല്ല, അതെന്താണ്, നെഗറ്റീവാണ്, ഹൈ കോസ്റ്റ്ലി ആണ്. ക്ലിയർ. ലോ ഡെൻസിറ്റി, നൺ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ, ലോ വെയിറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, ലോ ഡെൻസിറ്റി ആണ് അലുമിനിയത്തിന് എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ, ക്ലിയർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, wood is used as a pattern material for sand casting because sand casting നമ്മൾ wood യൂസ് ചെയ്യാൻ കാരണം എന്താണ്, ലോങ് ലൈഫ്, ഈസിലി ഷേപ്പ്ഡ്, ലെസ് ഡിസ്റ്റോർഷൻ ഡ്യൂ ടു മോയ്സ്ചർ അബ്സോർഷൻ, ഹയർ സ്ട്രെങ്ത്. അതോടെ വരുന്നത് എന്താണ്, ലോങ് ലൈഫ് അല്ല, നമ്മളെന്താ പറഞ്ഞത്, ഷോർട്ട് ലൈഫേ വരുന്നുള്ളൂ, ഡിസ്റ്റോർഷനുള്ള ചാൻസ് ഉണ്ട് മോയ്സ്ചർ കാരണം. ഓക്കെ, സ്ട്രെങ്ത് എന്താണ്, മെറ്റലിനെ ബേസ് കുറവാണ്. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ഈസിലി ഷേപ്പ്ഡ് അല്ലേ, ഈസിലി ഷേപ്പ്ഡ് ആണ് ഏതെന്ന് പറയുന്നത് വുഡ്. നമുക്ക് ഫാബ്രിക്കേഷൻ ഈസിയാണ്, അതുകൊണ്ടാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർമബിലിറ്റി ഓഫ് ഗ്രീൻ മൗൾഡ് സാൻഡ് ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ്. എന്താണ് നമ്മൾ പെർമബിലിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പോറോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മൗൾഡിലൂടെ നമ്മളെ ഗ്യാസ് എന്ത് ചെയ്യണം, ഈസിലി എസ്കേപ്പ് ആവണം. അല്ല നമ്മൾ പെർമബിലിറ്റി അല്ലെങ്കിൽ പോറോസിറ്റി എന്ന് പറയുന്നത് അത് വരുന്ന ഓപ്ഷൻ ഏതാണ്, ഗ്രീൻ സ്ട്രെങ്ത് അല്ല, ഡ്രൈ സ്ട്രെങ്ത് അല്ല, ഗ്യാസ് എവല്യൂഷൻ ക്യാപ്പബിലിറ്റി, മോയ്സ്ചർ കണ്ടന്റ്. ഏതാണ് നമ്മൾ പറഞ്ഞത്, ഗ്യാസ് എവല്യൂഷൻ ക്യാപ്പബിലിറ്റി അല്ലേ, അതല്ല എന്താ, ഗ്യാസിന് പുറത്തോട്ട് പോകാൻ പറ്റണം, അതാണ് നമ്മൾ ഇത് പറയുന്നത് ഗ്യാസ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്യാസ് എവല്യൂഷൻ ക്യാപ്പബിലിറ്റി. അപ്പോൾ ഇവിടെ നിങ്ങൾ 2 ടേം ഉണ്ട്, ഗ്രീൻ സ്ട്രെങ്ത്തും അതുപോലെ ഡ്രൈ സ്ട്രെങ്ത്തും. ഒന്നുമില്ല, നമ്മൾ ഗ്രീൻ സാൻഡിൻ്റെ സ്ട്രെങ്ത്തിനെ നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഡ്രൈ സാൻഡിനെ നമ്മൾ എന്ത് പറയുന്നത്, പൊതുവേ ഡ്രൈ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലേ. ദെൻ നെക്സ്റ്റ്
സ്ട്രെങ്ത് ഓഫ് എ മോൾഡിംഗ് സാൻഡ് ഇൻക്രീസ്ഡ് വിത്ത് നമുക്ക് സ്ട്രെങ്ത് എങ്ങനെ ഇൻക്രീസ് ചെയ്യാന്നുള്ളത് ഒരുപാട് മെത്തേഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മുടെ 4 ഓപ്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് PSC എക്സാംസുകൾക്ക് നോക്കേണ്ടത്. ഓക്കെ, ഇൻക്രീസ് ദ മോയ്സ്ചർ കണ്ടന്റ്, കോസ് ഗ്രെയിൻ സൈസ്, ഡിഗ്രീസ് ദ മോയ്സ്ചർ കണ്ടന്റ്, ഫൈൻ ഗ്രെയിൻ സൈസ്. അപ്പോൾ സ്ട്രെങ്ത് മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് ഒരുപാട് ബന്ധമൊന്നും വരുന്നില്ല. ഓക്കെ, സോ അതിലേറെ നമുക്ക് വരുന്ന ഏതാണ് ഗ്രെയിൻ സൈസ് ആണ്. ഓക്കെ, നമ്മളെന്ത് പറയുന്നത് ഫൈൻ സൈസ് ആണെങ്കിൽ അല്ലെ ഫൈൻ സൈസ് ആണെങ്കിൽ എന്തായിരിക്കും കൂടുതൽ സ്ട്രെങ്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ് നമ്മൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ദ മോൾഡിംഗ് സാൻഡ് ക്യാൻ ഇൻക്രീസ് ബൈ മേക്കിംഗ് ദ ഫൈൻ ഗ്രെയിൻ സൈസ്. നമ്മുടെ സാൻഡ് പാർട്ടിക്കിൾസ് ഫൈൻ ഗ്രെയിൻ ആകുന്ന പറഞ്ഞാൽ നമുക്ക് എന്താണ് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. ഓക്കെ ആണല്ലോ, ക്ലിയർ. ദെൻ ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡിറ്റീവ്. ശ്രദ്ധിക്കണം, അഡിറ്റീവ് ആണ്, സാൻഡ് അല്ല. ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡിറ്റീവ് ദാറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് മോൾഡിംഗ് സാൻഡ്. മൗൾഡിംഗ് സാൻഡുമായിട്ട് മിക്സ് ചെയ്യുന്ന അഡിറ്റീവ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കോൾ ഡസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് ഒരു അഡിറ്റീവാണ്, സോ ഡസ്റ്റ് നമ്മളൊരു അഡിറ്റീവാണെന്ന് പറഞ്ഞു, അയൺ ഓക്സൈഡ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു അഡിറ്റീവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ് ഇതിൽ അഡിറ്റീവ് അല്ലാത്തത്? ക്ലേ ആണ്. ക്ലേ അഡിറ്റീവ് അല്ല, പിന്നെ എന്താണ് മൗൾഡിംഗ് സാൻഡിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ക്ലേ ആണ്. കാരണം നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത് നോട്ട് ആൻ അഡിറ്റീവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, നോട്ട് ആൻ അഡിറ്റീവ്. അപ്പോൾ ഇതിലൊക്കെ ക്വസ്റ്റൻസ് വരും. അപ്പോൾ നമ്മൾ ചാടിക്കയറി ആൻസർ ചെയ്യുന്ന മുമ്പ് ക്വസ്റ്റൻ ശ്രദ്ധിച്ച് വായിക്കുക. 4 ഓപ്ഷനും വായിച്ചിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം തിയറി ക്വസ്റ്റനുകളാകുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസുകൾ തമ്മിൽ എന്തിനുള്ള ചാൻസ് ഉണ്ട്? ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്. To improve the surface finish of a sand casting, the following applied to the mould cavity. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ സർഫസ് ഫിനിഷ് ഇൻക്രീസ് ചെയ്യാൻ ഏത് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു? കോൾ ഡസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അത് അഡിറ്റീവാണ്. നമ്മൾ സാൻഡുമായിട്ട് കൂട്ടിച്ച് സാൻഡിൻ്റെ ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ടു ഇംപ്രൂവ് ദ സർഫസ് ഫിനിഷ് ഓഫ് സാൻഡ് കാസ്റ്റിംഗ് ദ ഫോളോയിങ് ഈസ് അപ്ലൈഡ് ടു ദ മൗൾഡ് ക്യാവിറ്റി. മൗൾഡ് ക്യാവിറ്റിയിൽ എന്താണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചത്? മൗൾഡ് ക്യാവിറ്റിയിൽ നമ്മൾ സർഫസ് ഫിനിഷ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഫേസിങ് സാൻഡാണ്. കാരണം ബാക്കിയുള്ളതൊക്കെ എന്താണ്? ബാക്കിയുള്ളതൊക്കെ അഡിറ്റീവ്സ് ആണ്. അതൊക്കെ ഇതിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ, സോയിൽ സാൻഡിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക. പക്ഷേ നമ്മൾ ആ ക്യാവിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന ഏതാണ്? ഫേസിങ് സാൻഡ്, പാർട്ടിങ് സാൻഡുമാണ്. ഓക്കെ, അതിൽ സർഫസ് ഫിനിഷിനും നമ്മൾ ഫേസിങ് സാൻഡ്, പാർട്ടിങ് സാൻഡ് നമുക്ക് ഈസി റിമൂവലിനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഫേസിങ് സാൻഡാണ് ഏതെന്ന് പറയുന്നത് നമ്മൾ സർഫസ് ഫിനിഷ് കൂട്ടാൻ വേണ്ടിയിട്ട് മൗൾഡ് ക്യാവിറ്റിയിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സ്ക്യൂസ് മൗൾഡിംഗ് മെഷീൻ നമ്മൾ പഠിച്ചു ജോൾട്ടിങ് പഠിച്ചു, സ്ക്യൂസിങ് പഠിച്ചു, സ്ലിങ്ങിങ് പഠിച്ചു. ഇവിടെ ചോദിച്ചുള്ളത് സ്ക്യൂസ് ആണ്. സ്ക്യൂസ് മൗൾഡിംഗ് മെഷീൻ ദ സാൻഡ് ഇൻ ദ മൗൾഡിംഗ് ഫ്ലാസ്ക് ഈസ് കോമ്പാക്റ്റഡ് ബൈ. ദ സാൻഡ് ഇൻ ദ മൗൾഡിംഗ് ഫ്ലാസ്ക് ഈസ് കോമ്പാക്റ്റഡ് ബൈ. കോമ്പാക്റ്റഡ് എന്ന് പറഞ്ഞാൽ റാമിങ്. ഏത് നമ്മളെങ്ങനെ റാം ചെയ്യുന്നത്? എ പ്ലേറ്റ് ദാറ്റ് റാംസ് ദ സാൻഡ് ത്രൂലി ഇമ്പാക്ട് ഫോഴ്സ് ബൈ ഡ്രോപ്പിംഗ് ദ ഫ്ലാസ്ക് ഓൺ ദി മെഷീൻ ടേബിൾ കമ്പൈനിങ് ദ എബോട്ട് ടു ആൻഡ് ബി ത്രോയിങ് സാൻഡ് ഇൻ ടു ദ ഫ്ലാസ്ക് വിത്ത് ഐ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ത്രോയിങ് ആണെങ്കിൽ അതിന് നമ്മളെന്ന് പറയുന്നത് എന്താണ്? സ്ലിങ്ങിങ് എന്ന് പറഞ്ഞാൽ അല്ലേ, സ്ലാൻഡ് സ്ലിങ്ങിങ് എന്ന് പറഞ്ഞത്. നമ്മൾ ഇമ്പാക്ട് ഫോഴ്സ് ബൈ ഡ്രോപ്പിംഗ് ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറഞ്ഞത്? ജോൾട്ടിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്? സ്ക്യൂസ് മെഷീനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താണ്? എ പ്ലേറ്റ് ദാറ്റ് റാംസ് ദി സാൻഡ് ത്രൂലി. ആ സാൻഡിന് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ട് റാം ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് സ്ക്യൂസിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ക്യൂസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളീ പറഞ്ഞത് എങ്ങനെ ക്വസ്റ്റൻസുകൾ വരാമെന്നുള്ളത്. നമ്മളിനി ഒരുപാട് ക്വസ്റ്റൻസുകൾ നിങ്ങൾ എക്സാംസിന് ഇടുന്ന ക്വസ്റ്റൻസുകളുണ്ട്. നിങ്ങൾ ഡിസ്കഷൻ സീരീസിൽ ഒരുപാട് ക്വസ്റ്റൻസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കൂടുതൽ ക്വസ്റ്റൻസുകൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഇത് എങ്ങനെ നമുക്ക് ക്വസ്റ്റൻസ് ഈ ടോപ്പിക്കിൽ നിന്ന് വരാം എന്നുള്ളൊരു ക്വസ്റ്റൻസുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ലേറ്റർ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.